ഹലോ ഗൈസ്, അപ്പം ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ കുട്ട അവിടെ ഉണ്ട്. ഈ കുട്ട നമ്മളെ എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോണത്? എന്ത് പാപ്പു? ചക്രുമാനീസ് ബജ്ജി കേട്ടിട്ടുണ്ടോ? ഞങ്ങള് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. കുമ്പളങ്ങയാണ്. കുമ്പളങ്ങക്കാണ് ഈ കുട്ടൻ കുമ്പളമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ചക്രുമാനീസ്. കണ്ടില്ലേ? ഈ കണ്ടാ നമ്മളെ വീട്ടിന്റെ ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെ സൈഡിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ സാധനം. നമുക്ക് വില ഉണ്ടാവില്ല കാണുമ്പോ, പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങളിന്ന് ഓക്കെ ഇതായിട്ട് നമുക്കിന്ന് ബജ്ജി ഉണ്ടാക്കിയല്ലോ ഈ കൂട്ടാ. ഓക്കെ. അയ്യോ, അപ്പൊ ഇതായിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കി നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ബജ്ജി ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇത് എന്തായാലും പറിച്ചെടുക്കാം. ഓക്കെ ഈ കുട്ടാ, നമുക്ക് പറിക്കാം. ഇത് ഞങ്ങള് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ ഇടയ്ക്ക്. അല്ലമ്മ? ചിലപ്പൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ടാവണത് കേട്ടോ. ഇത് നമ്മൾ പ്രത്യേകം കെയർ ഒന്നും കൊടുക്കണ്ട അതിന് ഉണ്ടാവാനൊന്നും. പിന്നെ പ്രഷർ ചീര, എന്താ വേലിച്ചീര, അങ്ങനത്തെ എന്തൊക്കെ പേര് പറയുന്നുണ്ട്. കുറച്ചും കൂടി വലിയ ചക്രമാനീസ് ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ. നീലൂരിയുടെ ഒക്കെ കായ പോലത്തെ കായ. അതിന്റെ കായ നീലൂരിക്കുണ്ടാവില്ലേ കായ? നീലൂരി എന്താ? താടിയൊക്കെ തേക്കില്ലേ പണ്ട്? കൊറേ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം ഇതെന്താ ടേസ്റ്റ് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. ആദ്യമായിട്ടല്ലേ, ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല കേട്ടോ. ആദ്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടിട്ട്. മുരിങ്ങയില ബജ്ജിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ചക്രുമാനീസ് ബജ്ജി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് മതിയില്ലേ? ഇത്ര മതിയാ? മതി. വേണോ ഈ കുട്ടാ? മതി പറയും. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇല കണ്ടില്ലേ? അവിടെയൊക്കെ ഉണ്ട്. ഇത് അമ്മ പറിക്കാറില്ല. നമ്മുടെ വിചാരത്ത് വലിയ ഉപകാരമില്ലാത്ത സാധനമാണ്, പക്ഷെ നല്ല ഗുണങ്ങളുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഇനി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കറി ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി. ഈ കുട്ടിനും കൂടിയിട്ട് ഉണ്ടാക്കണല്ലേ? അല്ല ഈ കുട്ടാ, ഇതെന്താ? ചക്രുമാനീസ് പറഞ്ഞേ. ചക്രുമാനീസ് പറഞ്ഞേ. കൊണ്ട് പറയാൻ പറ്റണില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിത് കഴുകി എടുക്കാട്ടോ. നമുക്ക് കഴുകിയെടുക്കാം. ഞാൻ റെസിപ്പി ഒന്നും ഞാൻ അവിടെ നോക്കിയില്ല, കാരണം ഞാൻ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല കേട്ടോ. ഇന്ത്യതായിട്ടുള്ളൊരു റെസിപ്പി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. സാധാരണ നമ്മളെല്ലാ ബജ്ജിയും ഉണ്ടാക്കില്ലേ അതേപോലെ. ഇതുമ്പോ വലിയ ഒന്നും കാണാൻ കേട്ടോ. നല്ല അങ്ങോട്ട് കഴുകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. മഴ പെയ്ത കാരണം ക്ലീൻ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നമ്മള് കഴുകിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ കുട്ട അവിടെ എന്തോ ഫുഡ് കഴിക്കണ തിരക്കിലാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നല്ല വലിയ ഇലല്ലേ, അപ്പൊ അങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. നല്ല ഇങ്ങനെ ഒക്കെ അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിതാ നമ്മളെ ചക്രുമാനീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടലമാവ് ഇടാം ആവശ്യത്തിന്. കുറച്ചിട്ടാ മതി. ഇത്ര മതിയാവും തോന്നുന്നു. ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ ഇതാ കുറച്ച് സവാള. ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളതേ. അതിടാം. നമുക്ക് ഉപ്പ്, മുളക് പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാം. മുളക് പൊടി ഇടാം. എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി. ഇനി
മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇടാം. ഇവിടെ ഈ കുട്ടനും അമ്മമ്മയും കൂടിയിട്ട് സൗണ്ട് ഉണ്ടാക്കണ്ടേ. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോ. ഇത്ര മതിയാവും തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇടാം. പിന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്നതാണ് കേട്ടോ. ചിക്കൻ മസാല പൊടിയാണ്. ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിടാം. നമുക്ക് ഇത്ര മതി. ഇതെല്ലാം കൂടിയിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നല്ല തിക്കാവാൻ പാടില്ല, അല്ല നല്ല വെള്ളം പോലെ ആവാൻ പാടില്ല. നമ്മളിതാ ഒരുവിധം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു തിരി പൊടിക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഇലയുണ്ട്. അധികം എല്ലാ ബജ്ജി ഉണ്ടാക്കുമ്പോൾ വെള്ളം നല്ല ടൊക്കിലാണ് പോകുന്നത്. ബജ്ജി ഉണ്ടാക്കാത്ത എനിക്ക് പറ്റിയിട്ടില്ല. ആവശ്യത്തിന് വെച്ച ഞാനിത് ഒറ്റ ഒഴിക്കുമ്പോഴേക്കും അറിയുന്നില്ല, കൂടുമെന്ന് പേടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഏകദേശം കൺസിസ്റ്റൻസി ബജ്ജി ഉണ്ടാക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബജ്ജി ഉണ്ടാക്കാം. അപ്പൊ നമ്മളിതാ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ ഇത് റെഡിയാക്കി വെച്ചിട്ട് തോന ഒഴിക്കാം. മുക്കി പൊരിക്കില്ല, അപ്പോൾ കുറച്ച് തോന ഒഴിക്കാം. ടേസ്റ്റ് എങ്ങനെയാണ് ഇപ്പോഴും കൊടുക്കല്ലേ, കഴിച്ച് നോക്കിയാലെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെ മതിയാവൂല്ലേ? ഇത്ര മതിയാവോ അമ്മ? നോക്കമ്മ, ഇത്ര മതിയാവും. ഓയില് മുഴുവല്ല, മുക്കാ കൊഴിച്ച് ഞാൻ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് നല്ല ചൂടാവും, എന്നാലാണ് അതാണ്ട് മൊഴിഞ്ഞ് കിട്ടും. നമ്മളത് ബജ്ജിക്കുള്ള ബാറ്റർ ഇക്കുട്ടാ, ബജ്ജി ഉണ്ടാക്കാ, ബജ്ജി ഉണ്ടാക്കാ ഇക്കുട്ടാ, ബജ്ജി ഉണ്ടാക്കാ. ഈ കുട്ടിന് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് സാധനം. ഈ കുട്ടി നമ്മളെ എന്ത് ബജ്ജി ഉണ്ടാക്കുന്നത്?
ഗൈസ് അപ്പൊ നമ്മൾ എല്ലാതും ഇതിലിട്ടിട്ട കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നുള്ളൂ, നമ്മള് കുറച്ചെല്ലാം എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. എങ്ങനെയാ എന്താവുന്നൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ഒരു ബജ്ജി ആദ്യം കഴിക്കാൻ പോകണം. അപ്പൊ അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ കഴിഞ്ഞിട്ടാ ആയാലും അങ്ങനെ മറിച്ചിടേ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് വരുന്നുണ്ട് കഴിക്കാൻ എങ്ങനെയാണെന്നില്ല. നമ്മള് ആദ്യം 2-3 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുക്കാൻ എനിക്ക് കരിക്കണം. പേപ്പർ ആയിട്ടുള്ള എണ്ണ പിടിക്കണ്ട സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കഴിക്കാൻ കഴിച്ചു നോക്കിയാൽ നമുക്ക് പറയാം. അപ്പൊ നമ്മളെ ചക്രമാണി ബജ്ജി റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. കഴിക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ചൂടാറിയിട്ട് കഴിച്ചോക്കാം. ഓക്കെ അപ്പൊ നമ്മളെ ബജ്ജി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിച്ചോക്കാം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നില്ല. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലായൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫ്ലോപ്പാന്ന് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയത്. കാരണം ഞാൻ ബജ്ജി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിച്ചോക്കെ. ചമ്മന്തി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മളെ വീട്ടിൽ വെറുതെ നിൽക്കുന്ന സാധനമാണ്. എപ്പോ ആണെങ്കിലും ഉണ്ടാക്കാം. ഈ കൂട്ടം കഴിക്കണം. ടേസ്റ്റുണ്ടോ? ഇട്ടായാ 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 എന്താ പറയുന്നത് മനസ്സിലാവില്ല. എന്തിന്റെ ഒരു ചായ തോന്നുന്നുണ്ട് അല്ലേ? എന്തോ ഒരു ചായ തോന്നുന്നുണ്ട്. പക്വടൊക്കെ ഉള്ളിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കഴിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി മൈനസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്തായാലും നമ്മളെ ചക്രമാണി ബജ്ജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിലുണ്ടാകുന്ന വെറുതെ നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ചാച്ചാ ഇവിടെ ചാച്ച കൊടുത്തേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബജ്ജികൾ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇനി നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും വേഗം കഴിച്ചു തീർക്കട്ടെ. ബൈ.